ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. കോടതിയിൽ നമ്മുടെ അഡ്വക്കേറ്റ് അരുണ ഗോപാലകൃഷ്ണൻ വേലായുധനും വേണ്ടി എതിരെ സാക്ഷി പറയാമെന്നവരെ ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിച്ച് അലക്കി വെളുപ്പിക്കുവാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അമ്പലത്തിൻ്റെ ആൽത്തറയിൽ വന്ന് കിടക്കാനൊരുങ്ങിയത്? അത് ഞാൻ അല്പം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് മദ്യമാണോ നിങ്ങൾ പറയുന്നത്? കുടിച്ചിട്ട് ചെല്ലുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഭാര്യയുടെ വഴക്ക് പേടിച്ചിട്ടാണ് അങ്ങോട്ട് പോകാത്തത്. അപ്പോൾ നിങ്ങൾ എന്നും കിടക്കുന്നത് മദ്യപിച്ച് ക്ഷേത്രത്തിന്റെ ആൽത്തറയുടെ ചുവട്ടിലാണ്. ജഡ്ജിനോട് അരുണ പറയുന്നുണ്ട്, ഈ പോയിന്റൊക്കെ ഒന്ന് നോട്ട് ചെയ്തോണേ. അന്നത്തെ ദിവസം കുടിച്ചിൽ തീരെ വെളിവില്ലാതിരിക്കുക ഈ സാക്ഷി. ഇങ്ങനെ ഒരാൾ പറയുന്ന തെളിവ് നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് എടുക്കേണ്ടത്? മദ്യലഹരിയിൽ പറയുന്ന ഒരാളുടെ സാക്ഷിമൊഴി എങ്ങനെ നമ്മൾ എടുക്കും? വാദിഭാഗം വക്കീലും വാദിക്കുവാണ്. തൊണ്ടി മുതലോടുകൂടിയും ഓടി രക്ഷപ്പെട്ട ആളിനെയും പിടികൂടി. പിന്നെ എങ്ങനെ ഇത് മോഷണമല്ലാതാകും? ഇവർ വെറും നിരപരാധികളാണെന്നാണോ ബഹുമാനപ്പെട്ട ഡിഫൻസ് വക്കീൽ പറഞ്ഞു വരുന്നത്? യുവർ ഓണർ, അവർ നിരപരാധികൾ തന്നെയാണ് എന്നിങ്ങനെ അരുണയും വാദിക്കുവാണ്. എന്റെ കക്ഷികൾ മദ്യലഹരിയിലായിരുന്നില്ല. യഥാർത്ഥ പ്രതികൾ എന്റെ കക്ഷികളെ കണ്ടതും തൊണ്ടി മുതൽ ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇവിടെ അങ്ങയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന ഇവർ രണ്ടുപേരും തീർത്തും നിരപരാധികളാണ്. അപ്പോഴത്തെ സാഹചര്യം ഇവരെ കള്ളന്മാരാക്കിയതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇവർക്ക് ജാമ്യം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. അരുണ വക്കീൽ നമുക്ക് വേണ്ടി വാദിക്കുന്നതെല്ലാം സത്യവിരുദ്ധമാണല്ലോ എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് നമ്മുടെ വേലായുധനും ഗോപാലകൃഷ്ണനാണ്. സങ്കടം സഹിക്കാനും വയ്യ. ജഡ്ജി ചോദിക്കുവാണ്, പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് യുവർ ഓണർ എന്ന് പറഞ്ഞ അയാൾ എഴുന്നേൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തും ഡിഫൻസ് വക്കീലുമായ അരുണ കൃഷ്ണമൂർത്തി അവരൊരു നല്ല സിനിമ തിരക്കഥാകൃത്തവളാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. അവരെന്നോ കണ്ട ഒരു സിനിമയുടെ കഥ തന്നെയാണ് ഇന്നിവിടെ പറഞ്ഞത്. തൊണ്ടി മുതലോടുകൂടി പിടിക്കപ്പെട്ട 1-ാം പ്രതിയും കൂട്ടുപ്രതിയായി പിടിക്കപ്പെട്ട 2-ാം പ്രതിയും കുറ്റം ചെയ്തവർ തന്നെയാണ്. കുറ്റകൃത്യം അതീവ ഗൗരവം തന്നെയാണ്. ഈ കേസിൽ മറ്റു പ്രതികൾ ഉണ്ടോ എന്നറിയാൻ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുക തന്നെ വേണം. ഇവർക്ക് ജാമ്യം നൽകിയ പ്രതികളെ സ്വാധീനിക്കാനും അത് മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഇവിടെ ജാമ്യം നിക്ഷേപിച്ച് പൊതുജനത്തിന് മാതൃകയായി സമൂഹത്തിനും കോടതിയിലുള്ള വിശ്വാസം സംരക്ഷിക്കണമെന്നും ആഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. കൂട്ടിൽ നിൽക്കുന്ന ഗോപാലകൃഷ്ണനെയും വേലായുധനെയും നോക്കി ജഡ്ജി ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പെട്ടെന്ന് നമ്മുടെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, പറയാനുണ്ട് സാർ. ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനു മുമ്പ് ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ കരയുവാണ്. എനിക്ക് മാപ്പ് തരണം. രോഗിയായ ഒരു മകളും അവളുടെ ഇത്തിരിയില്ലാത്ത ഒരു കുഞ്ഞും എൻ്റെ സംരക്ഷണത്തിലാണ് വളരുന്നത്. എൻ്റെ കൈയും കൂപ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നു, എന്നെ രക്ഷിക്കണം. അവർക്ക് ഞാനല്ലാതെ മറ്റൊരു ആശ്രയവും ഇല്ല. ഗോപാലകൃഷ്ണന്റെ സങ്കടം കണ്ടിട്ട് വേലായുധനും സഹിക്കുന്നില്ല. സാറേ, ഞാൻ അത്ര വലിയ പാവമൊന്നുമല്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ പോലെ അത്യാവശ്യം തരികിടകളൊക്കെ കാണിച്ച് ജീവിക്കുന്ന ഒരാളാ. 2 വക്കീലന്മാരും അവരവരുടെ ജോലി ഭംഗിയായിട്ട് തന്നെ എടുത്തു. ഇതിന്റെ വിധി എന്തായാലും ഒരു സത്യം ഞാൻ പറയാം. ഞാനത് പറഞ്ഞില്ലെങ്കിൽ നിരപരാധിയായി എൻ്റെ സുഹൃത്ത് ശിക്ഷിക്കപ്പെടും. യമാനെ ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് ഞാൻ തന്നെയാ. ഗോപാലകൃഷ്ണനെ ഇത് അറിയാതെ അവനെ ഇതിൽ കൊണ്ടുവന്ന് ഞാൻ പെടുത്തിയതാ. ദൈവമേ, ദാണ്ട വക്കീലും ശിവനും അവൻ്റെ പെങ്ങളും എല്ലാം ദാണ്ട അന്തം വെട്ട് നിൽക്കുക. ഒരു വിധത്തിൽ കേസിൽ നിന്ന് ഇവരെ 2 പേരെ ഊരി കൊണ്ടുവരാന്നുള്ള വിശ്വാസത്തിൽ അരുണയാണെങ്കിൽ ആകെ സങ്കടത്തോടെ നോക്കുക. കാണിക്ക വഞ്ചി കുത്തി തുറന്ന് അതിൽ നിന്നുള്ള പണമെടുക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിയത് ഞാൻ തന്നെയാണ് യമാനെ. സ്നേഹബന്ധത്തിന്റെ പേരിൽ ഒരാളെ ബലിയാടാക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ജയിലിലായാലും വീട്ടിലായാലും കണ്ണടച്ച് കിടന്നാൽ ഉറക്കം വരണ്ടേ യമാനെ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ തുറന്നു പറയുന്നത്. ഉറക്കമില്ലാത്ത ഒരാളെ എന്തിനു കൊള്ളാം? അങ്ങനെ ജഡ്ജി പറയുന്നുണ്ട്, പ്രോസിക്യൂഷൻ വിസ്താരണയും സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലും 2-ാം പ്രതിയായ വേലായുധനെ കസ്റ്റഡിയിൽ വെക്കാനും 1-ാം പ്രതിയായ ഗോപാലകൃഷ്ണനെ ജാമ്യത്തിൽ വിടാൻ കോടതി ഉത്തരവിടുന്നു. അങ്ങനെ ഗോപാലകൃഷ്ണന് ജാമ്യവും കിട്ടി. വേലായുധനെ ജയിലിലോട്ടും കൊണ്ടുപോകുന്നുണ്ട്. 2 പേരും ഭയങ്കര കരച്ചിലും പ്രകടനമൊക്കെ നടത്തുന്നുണ്ട്. ഗോപാലകൃഷ്ണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വേലായുധൻ പറയുന്നു, എനിക്ക് നിന്നോട് ഒരേ ഒരു കാര്യം ആവശ്യപ്പെടാനുണ്ട്. എൻ്റെ മോള്, കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ ഞാൻ വളർത്തിയ എൻ്റെ പൊന്നുമോള്, അവളെ നീയൊന്ന് നോക്കിക്കോണേ. അവളുടെ കല്യാണ ജീവിതമോ തകർന്നു പോയി. എൻ്റെ മോൾ ആരുമില്ലാതെ അനാഥയാകല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വേലായുധൻ ജയിലിലോട്ട് പോവാണ്. സമയം കമലൻ രേഷ്മയുടെ അടുത്ത് ചൂടാവുക, നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ വിഷ്ണുവാസാനെ കൊന്നു ഇല്ലേ? കമല, നീ കാര്യം അറിയാതെ സംസാരിക്കുക. എന്ത് കാര്യം അറിയാഞ്ഞിട്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്ത് തെറ്റാ എൻ്റെ വിഷ്ണുവാസാൻ നിങ്ങളോടൊക്കെ ചെയ്തത്? എൻ്റെ ആശാൻ നിങ്ങളെയൊക്കെ മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ടല്ലേ ഉള്ളു. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എൻ്റെ വിഷ്ണുവാസാനെ നിങ്ങൾ എന്താ ചെയ്തത്? എന്നോട് പറ എന്നും പറഞ്ഞ് രേഷ്മയെ പിടിച്ചിട്ട് കുലുക്കുവാണ്. കമല, വിടറ, നീ എന്ത് ഭ്രാന്താടായി കാണിക്കുന്നത്? എനിക്കറിയാം കമല, നീ വിഷ്ണുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന്. ശാലിനി കഴിഞ്ഞാൽ വിഷ്ണു സ്നേഹിക്കുന്നത് നിന്നെയും സത്യാമ്മയാണെന്ന്.
അതൊന്നുകൊണ്ട് മാത്രമാണ് വിഷ്ണുവിൻ്റെ അസുഖം നിങ്ങൾ ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നത്. വിഷ്ണുവിനെ ഓർത്ത് നിങ്ങൾ ആരും സങ്കടപ്പെടുന്നത് അവന് സഹിക്കത്തില്ലായിരുന്നു. എന്നാലും എൻ്റെ ആശാനെ എന്നെ വിട്ടുപോയോ എന്നും പറഞ്ഞ് കമല തലക്കിട്ടടിച്ച് കരയുക. എൻ്റെ കമല, ഞാനൊന്ന് പറയട്ടടാ, എവിടെ വെച്ചാണ് വിഷ്ണുവിന് ഈ അസുഖം തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവനെ കണ്ടത് വഴിയിൽ വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ അവൻ്റെ അസുഖം വരാൻ രേഷ്മയോട് പറഞ്ഞതും രേഷ്മയും അവനും മധുരൈ ഹോസ്പിറ്റലിൽ പോയതും അവിടെ വെച്ച് ഓപ്പറേഷൻ നടന്നതും ഒക്കെ ഇങ്ങനെ പറയുക. പക്ഷേ വിഷ്ണുവിന് അറിയാമായിരുന്നു ഈ ഓപ്പറേഷൻ തന്നെ അവൻ മരിക്കുമെന്ന്. അതിനു വേണ്ടിയിട്ട് അവനൊരു കാര്യം ചെയ്തിരുന്നു. അവൻ്റെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാനായിട്ട് എഴുതി കൊടുത്തിരുന്നു. അതിനെല്ലാം ഒപ്പിട്ട് കൊടുത്തത് ഞാനായിരുന്നു. പാവം ശാലിനി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവസാനം വിഷ്ണുവിൻ്റെ ചിതാഭസ്മമായി പോകുമ്പോഴാണ് CI റസാക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്തതും. അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ശാലിനി അറിയുന്നത് തന്നെ. ഈ സങ്കടം നിങ്ങളെയൊക്കെ അറിയിച്ചാൽ നിങ്ങൾ സഹിക്കില്ലല്ലോ എന്ന് കരുതി പാപം ഒറ്റയ്ക്ക് ആ സങ്കടങ്ങളെല്ലാം സഹിച്ച് ശാലിനി ജീവിക്കുമായിരുന്നു. വിഷ്ണുവിൻ്റെ മരണം അറിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് ശാലിനിക്കറിയാം. അതവരെ അറിയിക്കാതെ ശാലിനി ഇത്രയും നാൾ ഒളിപ്പിച്ച് വെച്ച് എല്ലാ ദുഃഖവും കടിച്ചമർത്തി പാവം ജീവിക്കുമായിരുന്നു. വിഷ്ണുവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ഞാനും ശിവനും കൂടാണ് മധുരയ്ക്ക് പോയത്. ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്താണ് വിഷ്ണുവിൻ്റെ ഇൻഷുറൻസായ 30 ലക്ഷം ശാലിനി വിഷ്ണുവിൻ്റെ പേരിൽ ഒരു സാധു നിർധന കുടുംബത്തിന് വീട് വെക്കാനായിട്ട് കൊടുത്തത്. സത്യയും പപ്പിയും പഠിക്കുന്ന സ്കൂളിലെ കുട്ടിക്കാണ് കൊടുത്തത്. അല്ലാതെ ശാലിനി ഒരു തെറ്റും നിങ്ങളോട് ആരോടും ചെയ്തിട്ടില്ല. നിങ്ങൾ ശാലിനിയെ മനസ്സിലാക്കണം. കമല, നീയും ഞാനും വേണം സത്യാമ്മയെ സത്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിലും ശാലിനിയുള്ള അവരുടെ ആ ദേഷ്യം ഒന്ന് കുറയട്ടെ. ഒരു തെറ്റും ചെയ്യാതെ ശാലിനിയെ ക്രൂശിക്കപ്പെടുന്നത് മഹാഭാവമാണ്. വിഷ്ണുവിൻ്റെ ആത്മാവ് പോലും ഇത് പൊറുക്കില്ല. അങ്ങനെ രേഷ്മ കാര്യങ്ങളൊക്കെ കമലനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ കമലനും മനസ്സിലായി, ശരി, എൻ്റെ ആശാന് വേണ്ടി എനിക്കിനി ചെയ്യാൻ പറ്റുന്ന അതേ ഉള്ളൂ, ഞാനത് ചെയ്യും, ഞാനത് ചെയ്തിരിക്കും എന്നൊക്കെ കമലനും പറയുന്നുണ്ട്. രാഘവേട്ടൻ വലിയ കലിപ്പിൽ ഇങ്ങനെ വാതക്കലിരിക്കുമ്പോഴാണ് ദാണ്ട് പൊന്നി രാഘവേട്ടനെ കഴിക്കാനുള്ള മരുന്നും കൊണ്ട് ചെല്ലുന്നത്. എന്തോന്നാടി കൊണ്ടുപോടി അവിടുന്ന് എന്നും പറഞ്ഞ് പൊന്നിയെ വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നുണ്ട് രാഘവേട്ടൻ. സത്യാമ്മ എന്തിനാ ശാലിനിയെ വഴക്ക് പറഞ്ഞെന്നും ശാലിനിയെ അവിടുന്ന് അടിച്ചിറക്കിയെന്നും മക്കൾ പറഞ്ഞതൊക്കെ ഓർത്ത് ദേഷ്യത്തിൽ നിൽക്കുമായിരുന്നു രാഘവേട്ടൻ. എന്താ ഇതിൻ്റെ കാരണങ്ങളൊക്കെ എന്ന് ചോദിച്ചാൽ ഫാമ പറയുന്നുമില്ല. അങ്ങനെ ദേഷ്യത്തോട് നിൽക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വരുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ നിന്നാണ്ട് പിള്ള കയ്യെ ബാൻഡേജ് നെറ്റിയിലൊരു വലിയ കെട്ടുമൊക്കെ ആയിട്ട് തന്നെ പിള്ള കയറി വരുന്നുണ്ട്. രാഘവേട്ടൻ ശരിക്ക് വഴക്ക് പറയുന്നുണ്ട്. പിള്ളേ, എന്താടോ തനിക്ക് കിട്ടിയോ? അത്രയ്ക്ക് വലിയ മഹാഭാവം വലിയ താൻ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ പിള്ള പറയുന്നുണ്ട്, എന്താ രാഘവൻ സാറേ ഇങ്ങനെ പറയുന്നത്? ഞാൻ ചെയ്തതല്ല, ഇവിടത്തേക്കുള്ള നന്മയ്ക്ക് വേണ്ടിയല്ലേ ചെയ്തത്. എന്നിട്ടിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുവാണ്. എന്നിട്ട് എന്ത് നന്മയുണ്ടായെന്നാണോ താൻ പറയുന്നത്? താണ്ട് ഇവിടെ മുട്ടം വഴക്ക്, ശാലിനിയെ ഇവിടെ നടിച്ചിറക്കിയെന്നാണ് പറയുന്നത്. എൻ്റെ മക്കൾ എങ്ങോട്ട് പോയി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ താണ്ട ശിവൻ്റെ ജീപ്പ് വരുന്നുണ്ട്. അതിൽ ശാലിനിയുണ്ട്. താണ്ട് എൻ്റെ മക്കൾ വന്നല്ലോ, ഡാ വിഷ്ണുവേ വാ മക്കളെ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് സന്തോഷത്തോടെ രാഘവേട്ടൻ വിളിക്കുവാണ്. ശിവൻ പെട്ടെന്ന് രാഘവേട്ടൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഓടിപ്പോവാണ്. ശാലിനി ഭയന്ന് വിറച്ചിങ്ങനെ വരുവാണ്. അകത്തോട്ട് കയറാനായിട്ട് വരുന്നുണ്ട്. അപ്പോഴാ സമയത്ത് എന്തായാലും സത്യഭാമ വന്ന് ബഹളം വെക്കും. ശാലിനി അകത്ത് കയറ്റത്തതുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും സത്യാമ്മ നിലമറന്ന് നീ എൻ്റെ മകനെ കൊന്നവളല്ലേ എന്നിങ്ങനെ ചോദിക്കും. അത് രാഘവേട്ടൻ കേൾക്കുകയും ചെയ്യും. സത്യാമ്മയിൽ നിന്നും ആ വാർത്തയറിഞ്ഞ് രാഘവേട്ടൻ എങ്ങനെ പ്രതികരിക്കും? സത്യം അറിയാതെ രാഘവേട്ടനും ശാലിനിയെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുമോ? എന്തായിരിക്കും രാഘവേട്ടൻ്റെ പ്രതികരണം എന്നൊക്കെ അറിയാനായി നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.